അവർ ടൂർ .1961 എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ എത്തിയത് നോട്ടിംഗ്ഹാമിലെ വാൾട്ടൺ പാർക്ക് എന്ന സ്ഥലത്താണ്. ഈ വാൾട്ടൺ പാർക്കിൽ തന്നെ വാൾട്ടൺ ഡീർ പാർക്കും ഉണ്ട്. ആ ദൂരെ കാണുന്നത് ഒരു വലിയ മ്യൂസിയമാണ്. ഈ പാർക്കും ഈ മ്യൂസിയവും കാണുവാനാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. അതിവിശാലമായൊരു പുൽമൈതാനം, ഇവിടെ നിറച്ച് മാനുകൾ മേഞ്ഞു നടക്കുന്നു. എത്ര ഭംഗിയായിട്ടാണ് ഇവർ ഇതെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത്. ഈ മാനുകൾക്ക് ഭക്ഷണം കൊടുക്കാനോ മാനുകളെ ഉപദ്രവിക്കാനോ പാടില്ല എന്ന് അവിടെ എഴുതി വച്ചിരിക്കുന്നു. ചരിത്രം പറയുന്നത് 15-ാം നൂറ്റാണ്ടിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടന്നത് നോട്ടിംഗ്ഹാമിലാണ്. പല കണ്ടുപിടുത്തങ്ങളും പലതും ആരംഭിച്ചതും നോട്ടിംഗ്ഹാമിലായിരുന്നു. തുണിത്തരങ്ങളും മറ്റു മിഷണറികളും പലതും ഇവിടെയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ഇത് എലിസബത്തിയൻ കൺട്രി ഹൗസ് എന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. 1580-ലും 1598-ലും മറ്റുമായിട്ടാണ് ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. എന്ത് മനോഹരമാണ് ഇവിടമെല്ലാം കാണാൻ. എത്ര ഭംഗിയായിട്ടാണ് ഇവരിതെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. നോട്ടിംഗ്ഹാം നാച്ചുറൽ മ്യൂസിയം, ഇൻഡസ്ട്രിയൽ മ്യൂസിയം എന്നിവയുണ്ട് ഇവിടെ നമുക്ക് കാണുവാൻ. നോട്ടിംഗ്ഹാം നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ഇതിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നു. വിക്ടോറിയൻ സ്റ്റൈലിലാണ് ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രൗഢഗംഭീരമായ പടിക്കെട്ടുകൾ കയറി ഞങ്ങൾ ഉള്ളിലേക്ക് കടന്നു. അതിവിശാലമായൊരു ഹാളുണ്ട് അതിനുള്ളിൽ. നിലത്തെല്ലാം കരിങ്കല്ലുകളാണ് ഇപ്പോഴും വിരിച്ചിരിക്കുന്നത്. അനവധി വസ്തുക്കൾ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇതെല്ലാം പറഞ്ഞു തരുവാൻ അവിടെ ഓരോ സ്ഥലത്തും ഗൈഡുകൾ ഉണ്ട്. ഇവരെല്ലാം നമ്മളെ സഹായിക്കുന്നുണ്ട്. അന്ന് അവർ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളാണ് ഇതെല്ലാം. നമ്മുടെ നാട്ടിലെ കൊട്ടാരങ്ങൾക്കും ഇതുപോലുള്ള മേൽക്കൂരകൾ നമുക്ക് കാണാൻ പറ്റും. ഇത് ആഫ്രിക്കയിൽ നിന്നുള്ള ഒരു ആനക്കൊമ്പാണ്. സർ ഫ്രാൻസിസ് നിലീബി, ഇദ്ദേഹമാണ് 1598-ൽ ഈ കൊട്ടാരം നിർമ്മിച്ചത്. അതിവിശാലമായ ഒരു നടുത്തളം, നല്ല ഭംഗിയുണ്ട്. രണ്ട് സൈഡും തോക്കുകളാണ് ഈ നിരത്തി വച്ചിരിക്കുന്നത്. ഇത് ഇവരുടെ ഒരു ഫാമിലി സിമ്പിളാണ്. കിരീടമണിഞ്ഞൊരു പക്ഷി. ഈ ഹാളിനുള്ളിൽ പല ആംഗിളിലും ഞാൻ ഫോട്ടോകൾ എടുത്തു. ഇത് ഈ കൊട്ടാരത്തിൻ്റെ ഒരു മാതൃക. അതിനുള്ളിൽ കയറിയാലും വീണ്ടും കാണാൻ ഒരുപാടുണ്ട്.
സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പക്ഷിമൃഗാദികളുടെ ഒരു എക്സിബിഷനും ഞങ്ങൾക്കവിടെ കാണാൻ സാധിച്ചു. ഈ കാക്കയുടെ പേര് രാവൽ എന്നാണ്. ഇതാണ് ഇവരുടെ ഭാഗ്യചിഹ്നം. ഇത് കണ്ട് പുറത്തു കടന്ന ഞങ്ങൾ പിന്നീട് ഇൻഡസ്ട്രിയൽ മ്യൂസിയം കാണുവാനാണ് പോയത്. ഈ ബിൽഡിങ്ങിനോട് ചേർന്ന് തന്നെയാണ് ഇൻഡസ്ട്രിയൽ മ്യൂസിയവും സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്നതാണ് ഇൻഡസ്ട്രിയൽ മ്യൂസിയം. ഇതിനു മുന്നിലായും അതിവിശാലമായ ഒരു മൈതാനം. ഈ ഇൻഡസ്ട്രിയൽ മ്യൂസിയത്തിനുള്ളിൽ എന്തെല്ലാമാണെന്ന് അടുത്ത എപ്പിസോഡിൽ കാണിച്ചു തരാം. ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ കാണുവാൻ. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.